നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ നിതീഷ് കുമാർ ബീഹാറിൽ മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞയും RJDയെ മാറ്റി പകരം BJPയെ സഖ്യകക്ഷിയാക്കിക്കൊണ്ടുള്ള NDA നീക്കമാണ് നിതീഷ് കുമാറിൻ്റെ സ്വപ്നങ്ങൾ. അത് യാഥാർത്ഥ്യമാകുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളുമായി കാളിദാസൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. കാളിദാസൻ, ഏറ്റവും മൂല്യരഹിതമായ ഇടപെടലുകൾ പല ഘട്ടങ്ങളിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് നിതീഷ് കുമാർ. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. RJDയുമായി വീണ്ടും പിണങ്ങി BJP പാളയത്തിലേക്ക് പോവുകയാണ് നിതീഷ് കുമാർ എന്നതിൻ്റെ സൂചന വ്യക്തമാക്കി കഴിഞ്ഞു. എന്തൊക്കെയാണ് ഔദ്യോഗികമായ വിശദീകരണങ്ങൾ? നിയമസഭാ കക്ഷി യോഗമെന്നുണ്ട് അടക്കം മറ്റ് NDAയിലെ സ്ഥാനങ്ങൾ നിതീഷ് കുമാറിന് മുമ്പിലേക്ക് നീട്ടിവെച്ചത് എന്തൊക്കെയാണ്? ഇതിൻ്റെ വിവരങ്ങളിലേക്ക് പോയാൽ. ജിംഷാദ് പറഞ്ഞ പോലെ തന്നെ നാടകീയമായ നീക്കങ്ങളാണ് വീണ്ടും ബീഹാറിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ നാളായി ഇത്തരത്തിലുള്ള കുറേ അട്ടിമറി ശ്രമങ്ങളാണ് ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ നിലവിലെ സ്ഥിതി വെച്ച് ഇന്ന് രാവിലെ നിയമസഭാ കക്ഷി യോഗം ചേരും. 11:30 നിതീഷ് കുമാർ ഗവർണർക്ക് രാജി സമർപ്പിക്കും എന്നാണ് നിലവിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഉച്ചയോടുകൂടി BJP MLA മാരും JDU MLA മാരും ചേർന്നുള്ള ഒരു കൂടിക്കാഴ്ച അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് തന്നെ ഉണ്ടാവും. ശേഷം വൈകുന്നേരത്തോടുകൂടി മുഖ്യമന്ത്രിയായി NDA മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും എന്ന തരത്തിലാണ് വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ BJP MLA മാർ ഇപ്പോൾ നേരത്തെ തന്നെ കൃത്യമായി ഗവർണർക്ക് കത്തുകൾ കൈമാറിയിട്ടുണ്ട്. തങ്ങളുടെ പിന്തുണ അറിയിച്ചുകൊണ്ട് നിതീഷ് കുമാറിന് കൃത്യമായി പിന്തുണ അറിയിച്ചുകൊണ്ട് കത്തുകൾ നൽകിയിട്ടുണ്ട്. എന്തായാലും തീർച്ചയായും ഭയങ്കര നാടകീയമായ നീക്കങ്ങളാണ്. കാരണം 5ാം തവണയാണ്, 2013 ശേഷം 5 തവണയായിട്ടാണ് അദ്ദേഹം പല തരത്തിലായി കൂറ് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിതീഷ് കുമാറിന് പണ്ടേ അദ്ദേഹത്തിന് അധികാരത്തോട് മോഹമുണ്ടായിരുന്നു എന്ന് തന്നെ വേണം. കാരണം അധികാരം എപ്പോൾ മാറുന്നൊരു ഘട്ടം വന്നാൽ അപ്പോൾ അദ്ദേഹം അപ്പുറത്തേക്ക് ചാടുന്ന ഒരു തരത്തിലാണ് എത്രയോ കാലമായി ബീഹാറിലെ രാഷ്ട്രീയം നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 2013 അദ്ദേഹം NDAയിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം മഹാഗഠബന്ധനിലേക്ക് വന്നു. പിന്നീട് UPAയിലേക്ക് മാറി, UPA അലയൻസിലേക്ക് മാറി. അതിനുശേഷം ഇപ്പോൾ 2023 NDA തുടങ്ങാൻ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന നേതാക്കളിൽ ഒരാളായിരുന്നു നിതീഷ് കുമാർ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനുവരി 13 ഉണ്ടായിരുന്ന ഇന്ത്യയുടെ മുന്നണി യോഗത്തിൽ അദ്ദേഹത്തിന് ഒരു കൺവീനർ സ്ഥാനം നിർദ്ദേശിച്ചുകൊണ്ട് സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അതിനും കുറേ എതിർപ്പ് ആ ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ വന്നിരുന്നു. മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും വലിയ എതിർപ്പുകൾ വന്നിരുന്നു. നിതീഷ് കുമാർ വളരെ മയത്തിലാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്തത്. അല്ലെങ്കിൽ അദ്ദേഹം അതിന് കൃത്യമായൊരു മറുപടി കൊടുത്തതെന്ന് വെച്ചാൽ, എന്നെക്കാളും സ്ഥാനം കൊടുക്കേണ്ട, എന്നെക്കാളും അർഹതയുള്ള മറ്റുള്ളവരുണ്ട്, അവർക്ക് കൊടുത്ത് കൈമാറണം എന്ന തരത്തിലാണ് നിതീഷ് കുമാർ അതിനൊരു മറുപടി പറഞ്ഞത്. ആ ഒരു സമയത്ത് തന്നെ രഹസ്യമായി ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ ഒരുപാട് ചർച്ചകൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹം ഇനിയും വീണ്ടും ഈ ഒരു NDAയിലേക്കുള്ളൊരു കൂറുമാറ്റം തിരിച്ച് NDAയിലേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ NDAയിലേക്ക് മാറുമോ എന്ന തരത്തിൽ തന്നെ രഹസ്യമായി ഇന്ത്യ മുന്നണിയിൽ ഒരുപാട് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ NDA മുന്നണിയിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. മുൻ അടൽ ബിഹാരി വാജ്പേയി സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത്, പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. ശേഷം ഇപ്പോൾ ഏറ്റവും അവസാനത്തെ തിരഞ്ഞെടുപ്പ് തന്നെ പറയുകയാണെങ്കിൽ 2020 45 സീറ്റുകളോടുകൂടിയാണ് ജനതാദൾ അവിടെ വിജയിച്ച് കയറിയത്. അല്ലെങ്കിൽ വിജയിച്ചത് 45 സീറ്റുകളായിരുന്നു ജനതാദളിൻ്റെ. ഒപ്പം 79 സീറ്റുകളോളം BJPക്കും 78ഓളം സീറ്റുകൾ RJDക്കും, രാഷ്ട്രീയ ജനതാദൾ, ലല്ലു പ്രസാദ് യാദവിൻ്റെ രാഷ്ട്രീയ ജനതാദളിനും ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ആ ഒരു സമയത്ത് അദ്ദേഹം മഹാഗഠബന്ധൻ എന്ന സഖ്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഗവൺമെന്റിനെ, നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കി അവിടെ ഒരു പുതിയൊരു സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് നീക്കങ്ങൾ, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു കുതിരക്കച്ചവടം തന്നെയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നിന്നിരുന്ന കാളിദാസാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. ബീഹാറിൽ രാഷ്ട്രീയ നാടകങ്ങൾ അതിൻ്റെ ഉത്തുംഗതയിലാടുകയാണ്. നിതീഷ് കുമാർ ഇന്ന് വൈകിട്ട് BJP പിന്തുണയോടുകൂടി വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന വ്യക്തമായ സൂചനകൾ പുറത്തെത്തുന്നു. അല്പസമയത്തിനകം നിയമസഭാ കക്ഷി യോഗം
ചേരുന്നുണ്ട് ബീഹാറിൽ. RJD നിലപാട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഇന്നലെ തന്നെ മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ളവർ പറഞ്ഞ നിതീഷിൻ്റെ നീക്കത്തെ സംബന്ധിച്ച് തങ്ങൾക്ക് അറിവില്ല എന്നതാണ്. ഇപ്പോഴും ഔദ്യോഗികമായ വിശദീകരണങ്ങളില്ലാതെ അഭ്യൂഹങ്ങൾക്ക് നടുവിൽ തന്നെയാണ് ബീഹാർ ഉള്ളത്. വീണ്ടും മൂല്യരഹിതമായ നീക്കത്തിലൂടെ നിതീഷ് കുമാർ തങ്ങളെ ചതിക്കുന്നു എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണിയും RJDയും ഒക്കെ മഹാഗഡ്ബന്ധനിലെ സഖ്യകക്ഷികളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് കാളിദാസൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.